ഹായ് ഓൾ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെയിനായിട്ടുള്ള 2 ഇക്വേഷൻസാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടും പീഡിയാട്രിക് ഡ്രഗ് ഡോസ് കാൽക്കുലേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അഡൽട്ട് ആയാലും ഡ്രഗ് ഡോസേജ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ ഇക്വേഷനാണെന്ന് പഠിക്കാൻ പോകുന്നത്. D/H/Q. D എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഡോസ് ഓർഡേർഡ് ആയിട്ടുള്ള ഡോസിനെയാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എച്ച് ഈസ് ഈക്വൽ ടു ഡോസ് ഇൻ ഹാൻഡ്. നമ്മുടെ കയ്യിലുള്ള ഡോസിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കയ്യിൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ആംപ്യൂൾ അല്ലെങ്കിൽ വയലിലുള്ള ഡോസിനെയാണ് ഈ എച്ച് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡി എന്ന് പറയുന്നത് എന്താണോ ഡോക്ടർ ഓർഡർ ചെയ്തത് ആ ഓർഡർ ചെയ്ത ഡോസാണ് എന്ത് ഡി എന്ന് പറയുമ്പോൾ. എച്ച് എന്ന് പറയുന്നത് ഡോസ് ഇൻ ഹാൻഡ് ആണ്. അടുത്ത ക്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ ഇൻ ml. സൊല്യൂഷനെ നമ്മൾ ml കണക്കിൽ, ഈ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ നമുക്ക് പറയുമ്പോഴത്തേക്കും ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ നമ്മൾ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൊല്യൂഷൻ എവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ ഹാൻഡിലുള്ള ഡോസ്, ആ ഡോസ് നമ്മുടെ കയ്യിലുള്ള ഡോസ് ഉള്ളപ്പോൾ ആംബിൾ ആണെങ്കിൽ ആംബിൾ, വയലാണെങ്കിൽ വയൽ, അതിൽ എത്ര ml ഉണ്ട് അതിനാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ ml എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കയ്യിലുള്ള ഡോസ് ഇപ്പോൾ ഒരു ടാബ്ലറ്റിൻ്റെ അല്ല 2 ടാബ്ലറ്റിൻ്റെ ആണ് നമ്മൾ എഴുതുന്ന mg എങ്കിൽ അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ്റെ അവിടെ ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് ആയിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഡോക്ടർ ഒരു 200 mg ആണ് നമുക്ക് ഓർഡർ ചെയ്തേക്കുന്നത് പേഷ്യൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് സ്റ്റോക്കിൽ 100 mg ഉള്ള ഒരു ആംബ്യൂൾ കണ്ടു. ആ ആംബ്യൂൾ 2 ml ആണ്. ടോട്ടൽ 2 ml ഉള്ള ഒരു ആംബ്യൂൾ, അത് 100 mg ആണ് അതിനകത്തുള്ളത്. പക്ഷേ ഡോക്ടർ 200 mg ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ടുള്ളൊരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടിത് പറയാം. എന്താണ് 2 ml ഉള്ള ഒരു 100 mg ഉള്ള ഒരു ആംബ്യൂൾ അല്ല നമ്മുടെ ആയിരിക്കുന്നത്. അപ്പോൾ 2 ആംബ്യൂൾ അങ്ങ് എടുത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 4 ml അങ്ങ് എടുത്ത് കൊടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ടുള്ള കണക്കായതുകൊണ്ട് മനസ്സിലാവും. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, D/H/Q ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ, D/H/Q. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഡോസ് ഓർഡർ, ഡോക്ടർ ഓർഡർ ചെയ്ത് 200 mg ആണ്. നമ്മുടെ കയ്യിലുള്ളത് 100 mg ആണ്. ആ 100 mg എത്ര ml ആണ്? 2 ml ആണ്. അപ്പോൾ എത്ര ml നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കണം എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ടോട്ടൽ എത്ര ml ആണ്? നമുക്ക് 4 ml ആണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. 4 ml കൊടുക്കുമ്പോഴാണ് ഈ ഡോക്ടർ ഓർഡർ ചെയ്ത ഈ ഒരു 200 mg പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുക. ഓക്കെ.